കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലവും കേന്ദ്ര സർക്കാരിന്റെ വിവാദ നയങ്ങളും വിലയിരുത്തി പ്രതികരണവുമായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി രംഗത്ത്. മതനിരപേക്ഷതയുടെ മണ്ണായ കേരളത്തിൽ BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവത്തോടെ തന്നെ കണക്കാക്കുന്നു. ഇതിൽ പാർട്ടി വിശദമായ പരിശോധന നടത്തും എന്നാണിപ്പോൾ അദ്ദേഹം പ്രതികരണമായി തന്നെ നൽകിയിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ തന്നെ തിരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കേണ്ട സാഹചര്യമില്ല എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല BJPയുടെ വളർച്ചയിൽ കടുത്ത ആശങ്കയാണ് തങ്ങൾക്കുള്ളതെന്നാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിനെ പാർട്ടി ഒറ്റക്കെട്ടായാണ് നേരിട്ടത്. പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കിയിട്ടാണ് മുന്നോട്ട് വെച്ചതെന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം BJPയുടെ വളർച്ച 3 മണ്ഡലങ്ങളിലും ഇടതുപക്ഷം 2ാം സ്ഥാനത്തെത്തി ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെച്ചതെന്നും അവകാശപ്പെടുകയാണ്. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യത്തെയും MA ബേബി ഇവിടെ പരാമർശം ഉന്നയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേരിട്ട തിരിച്ചടി ഭരണവിരുദ്ധ വികാരത്തിന്റെ ഫലമാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ തന്നെ CPM-നകത്ത് രാഷ്ട്രീയ വിലയിരുത്തലുകളും ആത്മപരിശോധനയും ശക്തമാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതും എന്നതാണ് ഇവിടെ അദ്ദേഹം പ്രതികരണമായി തന്നെ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ പ്രതികരണമാകട്ടെ കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ യാത്രകൾ ഒഴിവാക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തെ MA ബേബി ഇവിടെ പരിഹസിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വിദേശ യാത്രകൾ ഒഴിവാക്കണമെന്ന ഈ ഉപദേശം മോദി സ്വയം നടപ്പാക്കുമോ എന്നത് അദ്ദേഹം ചോദ്യം ഉന്നയിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തൊഴിലാളി വിരുദ്ധമായ ലേബർ കേഡറുകൾ വിജ്ഞാപനമിറക്കിയ കേന്ദ്ര നടപടിയെ അദ്ദേഹം ശക്തമായ ഭാഷയിലാണ് അപലപിച്ചിരിക്കുന്നത്. നോയിഡയിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ തങ്ങളുടെ അവകാശങ്ങൾക്കായി തന്നെ സമരമുഖത്തിറങ്ങിയത് ഈ നയങ്ങളുടെ ഫലമാണ് എന്നതും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഇതാദ്യമായി തന്നെ കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരസ്യ പ്രതികരണം പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് പിന്നെ കാണാം എന്നതായിരുന്നു പിണറായിയുടെ മറുപടി. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ പരസ്യമായി ഒരു പ്രതികരണം നൽകുന്നത്. ചിരിച്ചുകൊണ്ട് ഇത്തരത്തിൽ പിന്നെ കാണാം എന്നൊരു മറുപടി നൽകുകയും അതേ ദില്ലിയിൽ ചേർന്ന CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങവെയാണ് പിണറായി ആദ്യമായി തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇതിനിടെ തന്നെ പലകുറി മാധ്യമപ്രവർത്തകർ വിവിധ ചോദ്യങ്ങൾ ഉന്നയിച്ചുവെങ്കിൽ പോലും ഒരക്ഷരം പോലും പറയാതെ നടന്നു നീങ്ങുക മാത്രമാണ് ചെയ്തത്. പിണറായിക്കൊപ്പം PB യോഗത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങവേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മാധ്യമങ്ങളോട് പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിലെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ കാര്യം കേരളത്തിൽ തീരുമാനിക്കുമെന്നതാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത്. 2 ദിവസം ദില്ലിയിൽ ചേർന്ന PB യോഗത്തിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവി അടക്കം വിശദമായി തന്നെ ചർച്ച ചെയ്യും. PB യോഗത്തിലെ തീരുമാനങ്ങൾ അടക്കം വിവരിക്കാനായി തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ അവിടെ CPM ജനറൽ സെക്രട്ടറി MA ബേബി വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടുകയും ഇതിൽ സംസാരിക്കുകയും ചെയ്യും എന്നതായിരുന്നു മുൻപേ തന്നെ ഇവർ വ്യക്തമാക്കിയത്. ഇതിന്റെ പ്രകാരമാണ് ഇപ്പോൾ MA ബേബി തന്റെ പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.